വീഡിയോ എന്ന് പറയുന്നത് മൈ കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു കോളേജുള്ള ദിവസത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്താണ്, അതാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് കണ്ണ് തുറന്ന് അന്തം വരാൻ കാത്തിക്കണം കേട്ടോ. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കണത്, ഞാനിപ്പോൾ എവിടെയാണ്, ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ റീലോഡ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ പുതപ്പും കടക്കയും തലക്കിനിയും പില്ലോസും അങ്ങനെ എല്ലാ വക സാധനങ്ങളും റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി പല്ല് തേക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പല്ലൊക്കെ തേച്ച് തുന്തുവന്തിയായി വന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മുടി കെട്ടാൻ പോവുകയാണ്. അപ്പം മുടി കെട്ടാൻ കുറേ സമയമാണ് കേട്ടോ. അത് ഓർക്കാണെങ്കിൽ മുടി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കണം, അവിടെ ഇവിടെയും തൂങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇതുമ്മക്ക് കുറേ ടൈം എടുക്കും. അത് ഞാൻ ഒരു സൈഡ് കാരണം മുടി വേറൊരു സൈഡ് കാക്കാൻ പോവുക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇതങ്ങോട്ട് കഴിച്ചാൽ പിന്നെ ഒരു സമാധാനമാണ്. പോവാൻ നേരത്തിന് കാത്തു വെച്ചാൽ പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ല, ക്ഷമയും നഷ്ടപ്പെടും, ആകെ മൊത്തം അങ്ങോട്ട് കൊള്ളാവും. അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ഇന്ന് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന മോർണിംഗ് വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഫുഡ് എന്ന് പറയണത് ദോശയും പിന്നെ എന്തോ ഒരു കറിയായിരുന്നു കേട്ടോ. കറി എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. വീഡിയോയിൽ കളർ കണ്ടിട്ട് സാമ്പാറാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഉറപ്പില്ല കേട്ടോ. അങ്ങനെ പുട്ടിയൊക്കെ ഇട്ടല്ലോ. ക്ലാസ് 3 മണിക്കൂറാണെങ്കിലും പുട്ടിടാൻ വേണ്ടി ഞങ്ങൾ 2 മണിക്കൂർ മുന്നേ എണീക്കണം. അങ്ങനെ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഡ്രസ്സ് മാറ്റാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഫോർമൽ ഷർട്ട് ആൻഡ് ഫോർമൽ പാൻറ്. അപ്പോൾ ഇതിന് ഞാൻ ഓർണമെൻറ്റ്സ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഓർണമെൻറ്റ്സൊന്നും അവിടെ പറ്റൂല. അപ്പോൾ ഇയറിങ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേളിൻ്റെ ഇയറിങ്സ്, അതുപോലെ നെക്ക് ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നെക്ക് ചെയിൻ. അപ്പോൾ ഈ ഷൂ എന്തിനാണ് ഞാൻ ഈ ബാഗിലിട്ടിട്ട് കവറിലിട്ടിട്ട് ബാഗിലാക്കി കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് കരുതുന്നുണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് അത് ബാഗിലാക്കിയിട്ട് ഞാൻ വേറെ ചെരുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇന്നെൻ്റെ മാറ്റലൊക്കെ വേഗം കഴിഞ്ഞു. ഇന്നല്ല കേട്ടോ, അധിക ദിവസം ഞാൻ വേഗം മാറ്റും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർ മാറ്റൽ കഴിയാനാവുമ്പോൾ എനിക്കൊരു സമാധാനക്കേടാണ്, എൻ്റെത് വൈകിയോ എന്നുള്ളത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ വേഗേ മാറ്റി നിൽക്കും. അങ്ങനെ ഹോസ്റ്റലിൽ പേര് എഴുതിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഹോസ്റ്റലിൽ അവിടെ നെയിം എഴുതി വെക്കണം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയല്ലോ. അപ്പോൾ സൺബാത്തൊക്കെ സൺകിസ്സൊക്കെ കിട്ടിയിട്ടാണ് പോണത്. ഞാൻ അപ്പോൾ കുട എടുക്കലില്ല കേട്ടോ. എന്താ വെച്ചാൽ കുടൻ്റെ കനം കൂടി തൂക്കണ്ടേ കരുതിയിട്ടാണ്. ഓൾറെഡി ഷൂ ബാഗിലിടുന്നുണ്ട്. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ നിയർജിക്ക്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ട് ആ ഷൂ ബാഗിലിട്ടു എന്ന്. സംഭവം എന്താ വെച്ചാൽ ആ ഷൂ ഭയങ്കര പോയിൻറ്റഡ് ആയതുകൊണ്ട് ഭയങ്കര വേദനയായിട്ട്. അതിട്ടാൽ വെറുതെ ഇട്ടാൽ തന്നെ വേദനയാണ്. അതിട്ട് നടക്കുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ഒറ്റൊരു ദിവസം ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കാലുമ്മ മുറിയായി. അപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയയാണ് വരുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെരുപ്പ് ഇടുക, പിന്നെ ഷൂ ഇടുക. പോകുമ്പോഴും അതേമാതിരി അങ്ങോട്ട് കാട്ടും. അതാകുമ്പോൾ നല്ല സുഖം. അല്ലെങ്കിൽ അവസാനം എനിക്ക് എൻ്റെ കാലം നഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മിസ്സ് എല്ലാവരെയും കൊണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു. ഞാനാണെങ്കിലും ഇന്ന് ബാക്കിലാണ് കേട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മിസ്സ് എവിടെ നോക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഇവിടുന്ന് ബ്ലറായിട്ടാണ് കാണുന്നത്. അപ്പോൾ മിസ്സ് എന്നെ നോക്കിയിട്ട് തസ്ലീമ വിളിക്കണം. അത് എന്നെ നോക്കണം എനിക്കറിയില്ല കേട്ടോ. ഞാനും തന്നെ തസ്ലീമ ആരപ്പം അത് കാത്തിക്കണം കേട്ടോ. അപ്പോഴാണ് എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടീനെ വിളിച്ചിട്ട് മിസ്സ് എന്നെ വിളിക്കണം പറഞ്ഞു. അപ്പം എന്നിട്ട് മിസ്സ് എന്നോട് ചോദിച്ചിട്ട് എന്താ വിളിച്ചിട്ട് വിളി കേൾക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുന്ന് കാണുന്നില്ല, മിസ്സിനെ നോക്കണം. അപ്പോൾ മിസ്സ് പറഞ്ഞു ഞാൻ എൻ്റെ പേര് വിളിച്ചു കയറണം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് തസ്ലീമല്ല, ഫാത്തിമ നേഹയാണെന്ന്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ചെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങൾ ഷൂ മാറ്റി പിന്നെ ഞങ്ങൾ മറ്റേ ചെരുപ്പൻ്റെ ഇടുന്ന സീനാണ് കേട്ടോ. അപ്പോൾ ഒരു കിട്ടുന്നൊരു സമാധാനമുണ്ട്, അത് വേറൊരു സമാധാനം തന്നെയാണ്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകാൻ കേട്ടോ. ഞങ്ങൾ ഇന്ന് ശരിക്കും SM സ്ട്രീറ്റൊക്കെ പോകണമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആ കാര്യമേ മറന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ പിന്നെ പോവാമെന്ന് വെച്ചു. അങ്ങനെ റൂമൊക്കെ ചെന്ന് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. ഞാൻ മുഖം കഴുകുന്നത് ഇനിയിപ്പോൾ SM സ്ട്രീറ്റിൽ പോകണമെങ്കിൽ ഇനി മേക്കപ്പ് ഇടണ്ടല്ലോ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഞാൻ ഉള്ളിൽ കുളിക്കാൻ പോവുകയാണ്. പോരാത്തിന് ഡ്രസ്സ് തിരുമ്പാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുമ്പി അയാൾ തോരിട്ടു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കടന്നു കേട്ടോ. പിന്നെ ഒരു 4:30 ആയപ്പോൾ എണീച്ചു. എന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഓരോ സാധനം തിന്ന് കഴിയുമ്പോഴും ഇത്രയും സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഉണ്ട്. 3ാമത്തെ ഇതിലാണ് കേട്ടോ ഞങ്ങൾ റൂം വരുന്നത്. അപ്പോൾ തിന്ന ഫാറ്റൊക്കെ അതുപോലെ ബേണാവുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. ചായക്ക് ഇപ്പം എന്താ കട്ടൻ ചായ ഉണ്ടായിരുന്നോ, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നോ, ചായ നല്ല ചോറുണ്ടായിരുന്നു കേട്ടോ. ഊതി കുടിക്കണുണ്ട്.
എനിക്ക് ചായയിൽ ബിസ്ക്കറ്റും ഒക്കെ തിന്നാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാണ്ടോ. എന്നിട്ട് ഇതാക്കണം നല്ല കുട്ടിയായി പഠിക്കുകയാണ് കേട്ടോ. സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കുറേ വൈകിട്ടാണല്ലോ ചേർന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ക്ലാസ് മിസ്സായിക്കണോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ക്യാച്ച് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി നോക്കണം ബുക്കൊക്കെ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിക്കാണ് കേട്ടോ. നല്ലോണം ഇരുന്ന് സംസാരിക്കണുണ്ട്. നൈറ്റ് അധികമോ എല്ലാവരും ഒപ്പാക്കാം കേട്ടോ ഫുഡ് കഴിക്കുക. അങ്ങനെ പിന്നെ നെയിൽ പോളിഷ് ഇടാണ് കേട്ടോ. എന്നും അവിടെ നെയിൽ പോളിഷ് ഇടണം, ചെക്ക് ചെയ്യും. നെയിൽ പോളിഷ് ഇല്ലെങ്കിൽ ചീത്തയും കേൾക്കും. അങ്ങനെ വീണ്ടും പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി അള്ളപ്പാപ്പ ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.